നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ 18 ആണ് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സാമൂഹിക മാറ്റം. സാമൂഹിക മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടേമാണ് എന്താണ് ഇവല്യൂഷൻ. ഇവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് പരിണാമം. പരിണാമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ചിന്തകളിൽ വന്ന വൈവിധ്യമാർന്ന കാര്യത്തെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പം ഒരു സമൂഹത്തിൻ്റെ ചിന്തയിൽ നിന്നും നമ്മൾ എന്താണ് അടുത്ത ഒരു രീതിയിലേക്ക് ചിന്തിക്കുകയാണ്. മനസ്സിലായി? അടുത്തൊരു ലെവലിലേക്ക് മാറുകയാണ്. അങ്ങനെയുള്ള മാറ്റത്തെ നമ്മൾ പരിണാമം എന്ന് പറയുന്നു. അടുത്ത നമ്മൾ നോക്കാം എന്താണ് റെവല്യൂഷൻ, അതായത് വിപ്ലവം. വിപ്ലവം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ വലിയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് വിപ്ലവം എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹിക സ്ഥിതിയെയും സാമൂഹിക രീതിയിലും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഓരോ വിപ്ലവങ്ങൾക്കും സാധിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് പുരോഗതി. പുരോഗതി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് കേട്ടോ. അതായത് കൂടുതൽ സമഗ്രവും ആസൂത്രണവുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ പുരോഗതി എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് വികസനം. വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത രീതിയിലും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ ജീവിത രീതിയിലും ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിലവാരമൊക്കെ മെച്ചപ്പെടുന്ന രീതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു വികസനം എന്ന് പറയുന്നു. അപ്പം ഇതിനകത്ത് നിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. എന്താണ് ഇവല്യൂഷൻ, എന്താണ് റിവല്യൂഷൻ, എന്താണ് സോഷ്യൽ ചേഞ്ചസ്, അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രസ്, എന്താണ് ഡെവലപ്മെൻറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.